ഞാനിന്ന് കരാമയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടങ്ങ് ഇറങ്ങിയതായിരുന്നു. ഒരു 3/4 മണിക്കൂറിലേറെയായിട്ട് ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൃത്യമായിട്ട് ലൊക്കേഷനും അറിയില്ല. നമ്മളെപ്പോഴും ചെയ്യാറില്ല എന്താ, നേരെ വെയ്സിലോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലോ ഇടുന്നതല്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ വെയ്സ് അവിടെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നു. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ശരി, എന്നാൽ പിന്നെ നേരെ ഗൂഗിൾ മാപ്പ് ഇടാമെന്ന് കരുതിയിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി. അതും എന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് ഞാൻ ഓർത്ത്, ശരിയാണല്ലോ അല്ലേ, ഇത് എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മളുടെ ആരുടെയും പ്രശ്നമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ വലിയ ശക്തികൾ തമ്മിലൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഇറാൻ ഉണ്ട്, മറു സൈഡിൽ ഇസ്രായേൽ ഉണ്ട്, അമേരിക്ക ഉണ്ട്, പിന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ ഇതിലിപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഈ മിസൈലും അതുപോലെ തന്നെ മറ്റ് വെപ്പൺസും ഒക്കെ വരുന്ന സമയത്ത് യുദ്ധവിമാനങ്ങളൊക്കെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ അറിഞ്ഞും അറിയാതെയും GPS ഇട്ട് കയറി കളിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ കടലിൻ്റെ നടുവിലെത്തിയ പോലെ തോന്നും. അതല്ലെങ്കിൽ നമ്മൾ കെയ്റോയിലോ ഈജിപ്തിലോ ജോർദാനിലോ ഇറാനിലോ ഒക്കെ എത്തിയ പോലെ തോന്നും. നമുക്ക് പരിചയമുള്ള ലൊക്കേഷനിലൊന്നും എത്താതെ വരെയൊക്കെ തോന്നും. അതൊക്കെ വരുന്നതിൻ്റെ കാരണം നമ്മളുടെ ഫോണ് തെറ്റായതുകൊണ്ടല്ല. ഫോണിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഗൂഗിൾ മാപ്പ്, വെയ്സ് പോലുള്ള ആപ്പിന് കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ നമ്മൾ നിൽക്കുന്നത്, ഇപ്പോൾ ഞാൻ ദുബായിലാണ് അല്ലെങ്കിൽ UAE അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നമല്ല. ഇത് മുകളിലുള്ള സാറ്റലൈറ്റ് വെച്ചിട്ട് ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ശത്രുവിനെ മിസ്ലീഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു സംവിധാനത്തിൽ പെട്ടതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ഥലത്തൊന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പാനിക് ആവാതിരിക്കുക. പഴയതുപോലെ തന്നെ ആളുകളോട് ചോദിച്ച് പോവുക. അതാണ് നല്ലത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ.